എംജിആറിന് ശേഷം തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായ ഏക സൂപ്പർ സ്റ്റാറാണ് വിജയ്. താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവും തമിഴ് രാഷ്ട്രീയവും സംസാരിക്കുകയാണ് വിജയ് ചിത്രം സർക്കാരിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ ജയമോഹൻ. കുറച്ചുകാലം മുമ്പ് നാഗർകോവിലെ സാറിന്റെ വീട്ടിൽ വന്നപ്പോൾ മുരുകദോസിന് വേണ്ടി ഒരു സിനിമ എഴുതുകയായിരുന്നു. സർക്കാർ വിജയുടെ സിനിമയാണ്. എന്താണ് ഈ സർക്കാരിലൂടെ വിജയ്ക്ക് വേണ്ടി അങ്ങ് എഴുതി കൊടുത്തത്? സർക്കാർ ശരിക്കും പറഞ്ഞാൽ വിജയുടെ ഒരു രാഷ്ട്രീയ ഡിക്ലറേഷൻ തന്നെയാണ്. സർക്കാരിനെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ കഥ വന്നിട്ട് ഒരാൾ വോട്ടിടാൻ വരുന്നു, അയാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ, ആ വോട്ടിടാൻ പറ്റുന്നില്ല. ഒരൊറ്റ വോട്ടിന്റെ വാല്യൂ എന്താണെന്ന് പുള്ളി ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതായത് ഈ സർക്കാരിൽ പറയുന്ന അതേ കാര്യങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അത് തന്നെ. പുള്ളിയുടെ പ്രചരണം 90% ഓൺലൈൻ പ്രചരണമാണ്. വാട്സപ്പ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പ്രചരണമാണ് വിളിച്ചത്. പല സ്റ്റേറ്റുകളിൽ പുള്ളി ഒരിക്കൽ പോലും പോയിട്ടില്ല. പല നിയോജക മണ്ഡലത്തിൽ ബൂത്ത് ഏജന്റ് പോലും അല്ല. പല നിയോജക മണ്ഡലത്തിൽ ഒരു ആളെയും ഒരു വോട്ടിനെയും ചെന്ന് കണ്ടൊരു നോട്ടീസ് കൊടുത്തിട്ടില്ല. ജയിച്ച മണ്ഡലത്തിൽ കാൻഡിഡേറ്റ് ആരെന്ന് വോട്ടർക്ക് അറിയില്ല. വെറും ചിഹ്നം മാത്രമേ പറ്റുള്ളൂ. വിജയ് വിസിൽ മാത്രമേ അറിയൂ. വിജയ്ക്ക് വോട്ടിട്ട ആളുകളെല്ലാം വെറും സിനിമ കണ്ട് വോട്ടിട്ട ആളുകളല്ല. വിജയ്ക്ക് വോട്ടിട്ട ആളുകളിൽ പകുതിയിലും ആളുകൾ വന്നിട്ട് ഹൈടെക് യങ്സ്റ്റേഴ്സാണ്. താരാരാധന ഒരു ഘടകമല്ലേ? ഒരു ചെറിയ ഘടകം മാത്രമാണ്. താരാരാധനയേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിയ എവിടെയാണ്? ചെന്നൈയിലല്ലേ. കൂടുതൽ വോട്ട് വാങ്ങിയിട്ടുള്ളതിൽ എഡ്യൂക്കേറ്റഡ് ഉള്ള ഹബ്ബുകളിൽ, IT ഹബ്ബുകളിലാണ് അധികം വോട്ട് വാങ്ങിയത്. ചെറുപ്പക്കാർ സോക്കാൾഡ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നില്ല. ഈ വിജയുടെ രാഷ്ട്രീയം എന്താണ്? ഐഡിയോളജിക്കലായിട്ട് രാഷ്ട്രീയത്തിനെ കാണുന്നത് ഒരു പഴയ രീതിയാണ്. തമിഴകത്തും അങ്ങനെ തന്നെയാണോ? തമിഴകം മാത്രമല്ല, അമേരിക്കയിൽ അങ്ങനെയാണ്, യൂറോപ്പ് മുഴുവൻ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പതിറ്റാണ്ടുകളായി ഈ വെള്ളിത്തിര ഈ തമിഴ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനുള്ള കാരണം എന്താണ്? തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സിനിമാക്കാരൻ സക്സസ് ആയ ഒരാൾ MGR മാത്രമാണ്. അതിനുശേഷം ഇയാളാണ്. കരുണാനിധി നമ്മൾ 20 സിനിമ എടുക്കുമ്പോൾ കാണാലോ, ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തുകയാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ഈ വിജയിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയോളജി വേണം ഭരിക്കുന്നവന് എന്ന് പറയുന്ന വിഡിത്തം കഴിഞ്ഞു. ജനങ്ങളോട് സമ്മതിക്കാനുള്ള മീഡിയ എന്ന് പറയുന്നതായിട്ടുള്ളത് ഏക മീഡിയ എന്ന് പറയുന്നത് സിനിമ. 10,000-കണക്കിന് ആളുകൾക്ക് ഒരാളിനെ അറിയാമെങ്കിൽ എങ്ങനെ അറിയാം? സിനിമയിലൂടെ മാത്രമേ അറിയാവൂ. വേറെ ഒന്നിലൂടെ ഒരുത്തൻ്റെ മുഖം പോയി ചേരുന്നില്ല, ഇല്ല. അതുകൊണ്ടാണ് സ്റ്റാലിന് കരുണാനിധി സിനിമയിൽ ഇറക്കി വിട്ടത്. എങ്കിലും മുഖം അറിയുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാലിൻ ഉദയനിധി സിനിമയിൽ ഇറക്കി വിട്ടത്. DMK-നോടും അണ്ണാ DMK-നോടും ഏറ്റുമുട്ടിക്കൊണ്ട് ഈ 5 വർഷം തുടരാൻ സാധിക്കുമോ? വൺ തിങ്, ഇത് സിനിമാ നടൻ്റെ വിജയമല്ല. സിനിമാ നടനായിട്ട് അയാളെ എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ പ്രൊജക്റ്റ് ചെയ്ത ചിത്രം എന്താ? ഒന്ന്, ഐ എം എ മോഡേൺ മാൻ, ഐ എം എ യങ് മാൻ. ആധുനിക സാങ്കേതിക വിദ്യയുടെ ആളാണ് അയാൾ. DMK-യുടെ പടം, അണ്ണാതുരയുടെ പടം വയ്ക്കുന്നു, പെരിയാറുടെ പടം വയ്ക്കുന്നു, എല്ലാം വയ്ക്കുന്നു. അതൊന്നും പ്രശ്നമല്ല. നീ ടാക്സ് പെയർ ആണെങ്കിൽ നിനക്ക് നല്ല ഗവൺമെൻറ്റല്ല വേണ്ടത്. അതിന് എന്തിനായി പ്രത്യയശാസ്ത്രം? ഈ പൊളിറ്റിക്കലായ മാസിൻ്റെ നേതാവാണ് വിജയ്. ഈ വിജയ് 5 വർഷം തയ്ക്കുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും തികയ്ക്കും. മാത്രമല്ല, ചുരുങ്ങിയത് 15 കൊല്ലം അയാൾ ഇവിടെ രാഷ്ട്രീയത്തിലുണ്ടാവും. BJP-യുടെ കടന്നുവരവിനെ തടയാൻ വിജയ്ക്ക് സാധിക്കുമോ? കഴിക്കും. അയാളുടെ പ്രൈമറി ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയ സെക്കുലർ ക്യാരക്ടർ അയാൾക്കുണ്ട്. അത് ന്യൂനപക്ഷ മതത്തെ ഉള്ള ആളാണ്, ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അതുകൊണ്ട് പുള്ളിക്ക് BJP-യോടുള്ള ഒരു അലയൻസ് സാധ്യതയില്ല. ഇതൊരു ജനാധിപത്യ വിജയമാണോ? ഒന്ന്, ഒരു നിയോജക മണ്ഡലത്തിൽ ഒരാളെ നിർത്തണമെങ്കിൽ ഇതുവരയ്ക്കും തമിഴ്നാട്ടിലുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ ഗോൾഡൻ പീരീഡ് കഴിഞ്ഞാൽ ആ സ്ഥലത്തിലെ പ്രധാന ദിവ്യനാണ്. അതായത് എല്ലാം കൊണ്ടും അവിടെ വലിയൊരാളായിരിക്കും, അയാളെ മാത്രമേ നിർത്തുള്ളൂ. പക്ഷേ ഈ വിജയുടെ ഇലക്ഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ, ബാർബർ ഷാപ്പ് വെച്ചിരിക്കുന്നത് എല്ലാവരും സാധാരണക്കാരാണ് ജയിച്ചിട്ടുള്ളത്. തോൽപ്പിച്ചവരോ വൻ തോക്കും. ഒന്ന്. 2, DMK ഉറപ്പായിട്ടും ജയിക്കുമെന്നിരുന്നു. പിന്നെ ജയിക്കാൻ ഒരു സംശയം ഉണ്ടാവും എന്നൊരു സന്ദർഭം ഉണ്ടായി. ചില പ്രഡിക്ഷൻസ് ഉണ്ടായി. ഒന്ന്, ആടാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാശ് കൊണ്ട് ഇറക്കി. ഒരു വോട്ടിന് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പോയാലും 50,000 crores ഈ ഇലക്ഷനിൽ DMK ചെലവഴിച്ചിട്ടുണ്ട്. മുഴുവൻ പോയി. അപ്പോൾ ഇത് വലിയ ഡെമോക്രാറ്റിക് വിജയമല്ലേ? 3, ഏത് ഐഡിയോളജിയോ എന്ത് പറഞ്ഞാലും സാധാരണ ജനങ്ങൾ വിചാരിച്ച ഒരു ഗവൺമെൻറ് തട്ടിത്തെറിപ്പിക്കാൻ കഴിയും എന്ന് വരുന്നതും ഒരു പുതിയ ഒരാൾ വരാനുള്ള എല്ലാ സാധ്യതയും എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് ഡെമോക്രസി അല്ലേ? തമിഴ്നാട്ടിൽ 1.5% ക്രിസ്ത്യൻസ് ഉള്ളത്. അതിലൊരാൾ ചീഫ് മിനിസ്റ്റർ ആകുന്നു, തമിഴരും ജനനും ചേർന്ന് അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഡെമോക്രസി അല്ലേ? ജനറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദലിത് ആളുകളെ ഇലക്ഷൻ നിർത്തി വിജയിപ്പിച്ച ആദ്യത്തെ നേതാവ് ശ്രീ വിജയൻ. ശരി, താങ്ക് യു.